നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ബസ്മതി അരി, കറി ലീവ്സ്, ബേ ലീവ്സ്, ഉപ്പ് ആവശ്യത്തിന്, സവാള അരിഞ്ഞത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഒരു നാരങ്ങ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി, റെഡ് ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത്. ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ആദ്യം കുറച്ച് ഗരം മസാല, റെഡ് ചില്ലി പൗഡർ, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, ലെമൺ ജ്യൂസ്, ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഈ ബീഫ് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പകുതി വേവ്. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇടാം. ഇതിലേക്ക് ബേ ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം.
സവാള നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറി ലീവ്സ് ആഡ് ചെയ്യാം. അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഗരം മസാല, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, റെഡ് ചില്ലി പൗഡർ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാം. ബീഫ് മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വേകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി അരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് ബാക്കി അരി കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ വറുക്കാനുള്ള ഗീ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യാം. നല്ല ഗോൾഡൻ ബ്രൗണിൽ വറുത്തെടുക്കണം. പിന്നെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്യാം. ഇതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. എല്ലാം നല്ല ഗോൾഡൻ ബ്രൗണിലായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ അതിന് മേളിൽ ബസ്മതി അരി ഇട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഗാർണിഷ് ആയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഐറ്റംസ് ആഡ് ചെയ്യാം.
ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല മസാലയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇതാണ് സ്വാദിഷ്ടമായ ബീഫ് ബിരിയാണി.